ആഷിഖ്, LDF സർക്കാരിന് എന്തെല്ലാം തള്ളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസ് നിങ്ങൾ വെച്ചു കൊടുത്ത വീട് എവിടെ എന്ന് ചോദിച്ച സർക്കാർ ഇപ്പോൾ വിഷു കൈനീട്ടമായിട്ട് വീട് കൊടുക്കുമെന്നായിരുന്നു, ആദ്യഘട്ട വീടുകൾ കൊടുക്കുമെന്നായിരുന്നു. ഇപ്പോൾ വിഷു കഴിഞ്ഞാലും വീട് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഊരാളുങ്കൽ സർക്കാരിനെ പറ്റിച്ചതാണ്. ഊരാളെങ്കിലും സർക്കാരും ചേർന്ന് വയനാട്ടുകാരെ വലിപ്പിച്ചു എന്ന് വേണം പറയാൻ. അല്ലെ, ഇന്ന് രാവിലെ തൊട്ടുള്ള വാർത്തകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വീടുകളിലെല്ലാം വിള്ളലുകളാണ്. അത് പുതിയ വീടാണ്, പുതിയ വീട്ടിൽ വിള്ളലുകളാണ്, പണിക്കാരില്ല പണിയാൻ വേണ്ടിയിട്ട്. സർക്കാർ ഇതിനു മുമ്പിട്ട് താണ്ടേ ഇലക്ഷന് മുമ്പിട്ട് ആളുകൾക്ക് വീട് കൊടുക്കുന്ന മാർച്ച് 1 കേരളം എല്ലാം കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു ഉദ്ഘാടനം, ടൗൺഷിപ്പിന്റെ ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനം നടത്തി. പക്ഷെ അത്രയും വീടുകൾക്ക് വാസയോഗ്യമല്ല. 40 വീടുകളാണ് ആകെ വാസയോഗ്യം. പക്ഷെ ഇതിൽ 1-2 വീടുകൾക്ക് വിള്ളൽ. എന്താണ് ക്വാളിറ്റി? ഈ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് എന്ത് ക്വാളിറ്റിയാണ് ഈ വീട്ടിന്, ഒരു വീടിന് ഉറപ്പ് നൽകുന്നത് എന്താണ്? ഏറ്റവും കൂടുതലും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനു മുമ്പോട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഊരാളുങ്കലിന് എന്തിനാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിലും സർക്കാർ കൊടുക്കുന്നത്. ഇപ്പോൾ സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് എന്ന് കരുതി എല്ലാത്തിലും പിടിച്ച് ഊരാളുങ്കൽ, റോഡ് പണിയണോ ഊരാളുങ്കൽ, പാലം പണിയണോ ഊരാളുങ്കൽ, കെട്ടിടം പണിയണോ ഊരാളുങ്കൽ, അങ്ങനെ കൊടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. സർക്കാരിന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് ഊരാളുങ്കൽ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് ഊരാളുങ്കൽ മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതലും പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കോൺഗ്രസ് പിരിച്ച പൈസ, കോൺഗ്രസ് വാങ്ങിച്ച സ്ഥലം. ഫണ്ട് എവിടെ കോൺഗ്രസ് എന്ന് മുദ്രാവാക്യം മുഴക്കുകയും കോൺഗ്രസ് വാങ്ങിയിട്ട ഭൂമിയിൽ DYFI കുടിലുകെട്ടി സമരം നടത്തിയതുവരെ നമ്മൾ കണ്ടു. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ആരാണ് വീട് കൊടുക്കേണ്ടത്? സർക്കാരാണ് അത് ചെയ്യേണ്ടത്. സർക്കാരാണ് ഇത് ഏകോപിപ്പിച്ച്, ഇപ്പൊ മറ്റേതെങ്കിലും സംഘടനകൾ വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് സർക്കാരിനാണ്. എന്നിട്ട് ആ സർക്കാർ എന്താണ് ചെയ്തത്? സർക്കാർ വീട് കൊടുത്തോ? ഇല്ല. എന്നിട്ട് കോൺഗ്രസ് വാങ്ങിച്ചിട്ട സ്ഥലത്ത് DYFI പോയി സമരത്തിന് പോയി കാണും. DYFIക്കാരെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ ഇനിയിപ്പോ അവിടെ വീട് കൊടുത്തിട്ടില്ല, വിഷുവിന് കൊടുക്കുമെന്നായിരുന്നു. വിഷുവിന് എന്തേ സർക്കാരെ വീട് കൊടുക്കാതെ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു സമരം ചെയ്യാം. അല്ല, വേണമെങ്കിൽ ആ കുടിൽ പൊളിക്കണ്ട, ആ കുടില് കെട്ടി ഒരു കുടിൽ തന്നെ ഇരുന്ന് സമരം ചെയ്യാൻ സർക്കാരിനെതിരെ. അത് ചെയ്യില്ലല്ലോ. അല്ല, വേണമെങ്കിൽ നമുക്ക് ചുരൽമലയിൽ DYFIക്കാർ പണിത് കൊടുക്കുന്ന വീടുണ്ടല്ലോ, എനിക്കറിയത്തില്ല DYFIക്കാർ വീട് പണിത് കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര കൂടി കൊടുക്കാം എന്നെല്ലാം അവർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ തെളിവ് കാണിക്കാമെന്ന് പറയുന്ന അല്ലാതെ തെളിവ് ഇതുവരെ കാണിച്ചായിട്ട് ഒരുപാട് ചലഞ്ചുകൾ നടത്തി. ബിരിയാണി ചലഞ്ച്, ആക്രി ചലഞ്ച്, അതുപോലുള്ള ഒരുപാട് ചലഞ്ചുകൾ നടത്തി. പക്ഷേ അതൊന്നും അവിടെ ചൂരൽമലയിൽ കാണുന്നില്ല, പ്രകടമല്ല അത്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളെ അഭിമന്യുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മഹാരാജാസിലെ ധീര രക്തസാക്ഷി, വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ വർഗീയവാദികൾ കൊന്നൊരു രക്തസാക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഈ അഭിമന്യു മരിച്ച സമയത്ത് ഇവിടുത്തെ സർക്കാർ പിരിച്ച പണം എത്രയാണ് എന്ന് ആർക്കെങ്കിലും പിടിയുണ്ടോ? ഇല്ല. അഭിമന്യുവിന് വെച്ചു കൊടുത്ത വീട് കണ്ടിട്ടുണ്ടോ? അഭിമന്യുവിന്റെ രക്തസാക്ഷി മണ്ഡപം കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ വരുന്നത് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഒരുപാട് പേര് പൈസ കൊടുത്തിട്ടുണ്ട് അഭിമന്യു രക്തസാക്ഷി ഫണ്ടിലേക്ക്. അത് മാത്രമല്ല, കയ്യിലിരുന്ന വള ഊരി കൊടുത്ത ആളുകൾ, കമ്മൽ ഊരി കൊടുത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ. അല്ലേ, ഇവര് ഇതായത് സഹായത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഈ DYFIക്കാർ അല്ലെങ്കിൽ പാർട്ടിക്കാർ മാത്രമല്ല സാധാരണക്കാരും ഇതിനു വേണ്ടി ഓരോ രൂപയും അല്ലെങ്കിൽ അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രെഡിറ്റ് എല്ലാം ഈ DYFI എന്നുള്ള ഒരു പാർട്ടി അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഈ പുറത്തേക്ക് വിടുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ നമ്മൾ എന്താണ് കണ്ടത്? എന്തിനാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടി മാറി സ്വതന്ത്രനായിട്ട് മത്സരിച്ചത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ കുഞ്ഞികൃഷ്ണന് പതിവ് പോലെ തന്നെ വർഗവഞ്ചകനും തൊഴുത്തിൽ കുത്തിയും എല്ലാം ആക്കി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പാർട്ടിയിലെ ചില ആളുകൾ ആ പൈസ മുക്കി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ സ്വന്തം അക്കൗണ്ടിലേക്ക് വക മാറ്റി അത് അല്ലാത്ത ആവശ്യങ്ങൾക്ക് ചെലവാക്കി. ഇപ്പോൾ അതിനകത്ത് അന്ന് എനിക്ക് തോന്നുന്നു സൈബർ അണികളുണ്ടല്ലോ, അവരതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞത് കുഞ്ഞികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടല്ല ഇതിന് കേസ് വാദിക്കുന്നതും തിരിച്ചാക്രമിക്കാൻ പോകുന്നതും തിരിച്ച് സംരക്ഷണം ഒരുക്കുന്നതിനും ഒക്കെ പൈസ വേണം.
അപ്പൊ തിരിച്ച് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പൈസ പിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ടിന് വേണ്ടിയിട്ട് പിരിക്കരുതായിരുന്നു. സാധാരണക്കാരുടെ മെക്കിട്ട് കയറാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് തന്നെ പിരിവെടുത്താണ് ഇവന്മാര് സംരക്ഷണം ഒരുക്കുന്നത്. ധനരാജിനെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കാൻ വേണ്ടി ഒരു ഫണ്ട് ശേഖരണം അങ്ങനെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയെ സഹായിക്കും, അങ്ങനെ പിരിച്ചാലും മതിയായിരുന്നു. ആഴ്ച ഒരുപാട് പിരിവുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്താറുണ്ടല്ലോ. അപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിനും പിരിവെടുത്ത് നടത്തുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലെവി അടക്കമുണ്ട്, ലെവി മറ്റേ വാർഷിക പിരിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കൂടാതെയാണ് ഇതുപോലത്തെ ഓരോ ബക്കറ്റ് പിരിവുകൾ. അതിലൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ലെവി പിരിക്കുന്നതൊക്കെ ഇപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള ആളുകളുടെ കയ്യിൽ പിരിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അതിലൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൃത്യമായിട്ട് അവർ ചെയ്യും. ഇപ്പോൾ അവരൊരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ അയാളുടെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കും. പൈസ കൊടുത്തില്ലെങ്കിൽ നിനക്ക് ഞാനല്ലടാ ഈ ജോലി വാങ്ങിച്ചു തന്നേ, പാർട്ടി അല്ലടാ ജോലി വാങ്ങിച്ചു തന്നേ എന്ന് തിരിച്ചു ചോദിച്ച് അവരെ പ്രതിസന്ധിയിലാക്കിയ പൈസ വാങ്ങിക്കാനും പാർട്ടിക്കറിയാം. ഞാൻ കോട്ടയത്തായിരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. CPM-ൻ്റെ ജില്ലാ സമ്മേളനം. അപ്പോൾ പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് ഈ വ്യാപാരികളുടെ നിന്നും കാശ് പിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊരു ബേക്കറിയിൽ ചെന്ന് ചായ കുടിക്കാൻ കയറി. ആ ബേക്കറിയിലെ ഉടമയോട് ഇതുപോലെ പിരിവ് ചോദിച്ചു. അയാളൊരു 50-100 കൊടുത്ത് ഒഴിവാകാൻ ഉള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ 500 തന്നെ വേണം, 500 കുറവ് ഒരു സംഭാവനയും സ്വീകരിക്കുന്നില്ല എന്ന് റെസിപ്റ്റിൽ 500 രൂപ, പിന്നെ അയാളുടെ പേരടക്കം എഴുതി അത് കൈമാറി 500 രൂപ അയാൾ വാങ്ങിച്ചു. 500 കുറവാണ്. ഇപ്പോൾ എനിക്കൊന്ന് കോട്ടയം ആയതുകൊണ്ടായിരിക്കും 500. ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ 5000-ൽ കുറഞ്ഞ 1 രൂപ പോലും അവർ വാങ്ങിക്കും. അല്ല, നിങ്ങളൊരു ആലോചിക്കണം, ഒരു വ്യാപാരിക്ക് 500 രൂപ എന്ന് പറയുന്ന ഒരു കച്ചവടം അത് ചെറുതല്ല. അയാളെ സംബന്ധിച്ച് കുറവാണെന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ കൊല്ലത്താണ്. അവിടെ അത്യാവശ്യം നല്ലൊരു കടയാണോ, 5000 രൂപ വാങ്ങിക്കും. ചെറിയ കടയാണെങ്കിലും വലിയ കടയാണെങ്കിലും 5000 രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങിക്കും. ഒറ്റ മനുഷ്യൻ വെളിയിൽ പറയത്തില്ല. അതേസമയം കോൺഗ്രസ്സുകാരെങ്ങാനും ചെന്നിട്ടാണ് 5000 രൂപ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടി ഓടിച്ചു വിടും. 10 വിലയായിരിക്കും കൊടുക്കുന്നത്. നിനക്കൊക്കെ എന്തിനാണ് 5000 രൂപ എന്ന് തിരിച്ചു ചോദിക്കും. നിനക്കൊക്കെ എന്തിനാണ് 5000 രൂപ എന്ന്. 5000 രൂപ തരാം, വേണമെങ്കിൽ 500 രൂപ തരാം. അതാണ് അവിടുത്തെ ഒരു ശൈലി എന്ന് പറയുന്നത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയാണ്. അവന്മാർ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പണി കൊടുക്കാൻ അറിയാവുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കടയുടെ മുന്നിൽ ഒരു കൊടി കൊണ്ടുവന്ന് തീർന്നില്ല. അതെ. അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ സുഗുണൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു വെൽഡിങ് കമ്പനി തുടങ്ങി, അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് പോലെയാണ്. അപ്പോൾ അത് റോഡിലേക്ക് കുറച്ച് കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ASFകാരെ സമരം ചെയ്തു. അവിടെ ലാസ്റ്റ് കൊടി കുത്തി. ലാസ്റ്റ് അദ്ദേഹം അവിടെ കെട്ടിത്തൂങ്ങി മരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്നൊരു സംഭവമായിട്ട് മാറി. അപ്പോൾ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ടുകൾ എല്ലാവരും ഫണ്ട് പിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലായിരുന്നു ഇത്രയും വലിയ പ്രളയവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നത്. ഒരുപാട് ഫണ്ട് പിരിച്ചു. ഇതിനകത്തെല്ലാം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് 2 വർഷത്തിന് ശേഷമല്ല, ഈ ഓഡിറ്റ് ചെയ്യുമ്പോഴല്ലേ. ഇപ്പോഴും ഫണ്ട് എത്ര കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും ആ പൈസ അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ 2018 പ്രളയം, ആ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട എത്ര പേർക്ക് വീട് കൊടുത്തു, അല്ലെങ്കിൽ ദുരിതം ബാധിച്ച എത്ര പേർക്ക് കൃത്യമായിട്ട് അത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ പൈസയുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ യാത്രയൊക്കെ പോകുമ്പം പതിയെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വക മാറ്റി ചിലവാക്കാറുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ DYFIക്കാർ സമരത്തിന് പോകുമ്പോൾ ആദ്യമേ അവർ സമരത്തിന് നിൽക്കേണ്ടത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ ഒരു കാര്യം ഞാൻ പറയാം. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഇതെല്ലാം വന്നത്. അതിനു മുമ്പ് വരെ ചൂരൽമലയിലെ മനുഷ്യർ അവിടെ സമരം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട് എവിടെ സർക്കാരെ എന്ന് ചോദിച്ചുകൊണ്ട് സമരം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. ഇത് ഈ സർക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു? എത്ര പുറം ലോകത്തേക്ക് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പോൾ കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞത് അവർ നാട്ടിൽ നിന്നും പിരിച്ചെടുത്ത് കൊടുക്കേണ്ട ഒരു പൈസയാണ്. പക്ഷേ സർക്കാർ അങ്ങനെയല്ല. സർക്കാർ ഒരു ഔദ്യോഗിക ഒരു ഫേമാണ്. അപ്പോൾ സർക്കാരിന് കൊടുക്കേണ്ട കടമയുണ്ട്. സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭരണകാലത്താണ് സംഭവിച്ചത്. സർക്കാരിലേക്കാണ് ആളുകൾ പൈസ അയച്ചത്. കോൺഗ്രസിലേക്ക് എത്ര പേര് പൈസ അയച്ചു കാണും? കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കോൺഗ്രസ് പിരിച്ചെടുത്ത ആ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. 5,38,00,000 രൂപ. അതിൻ്റെ കൃത്യമായ ചിലവായ തുകയും ഇനി
പിരിക്കുന്നില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അന്ന് തന്നെ പുറത്തു വിട്ടുന്നു. പക്ഷേ എന്തുകൊണ്ട് സർക്കാർ ഇതുപോലെ തങ്ങൾക്ക് പിരിച്ചു കിട്ടിയ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വന്ന ഫണ്ട് എത്രയാണെന്ന് പുറത്തു വിടുന്നില്ല? അല്ല, സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ സർക്കാരിലേക്ക് വരുന്ന പൈസകളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ 5 കോടി രൂപ പിരിക്കണമെങ്കിൽ അവരെവിടെല്ലാം നടന്നു കാണും. ഞാൻ പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ അങ്ങനെ പിരിക്കാനൊന്നും പോകത്തില്ല. ഇപ്പോൾ മണ്ഡലം കമ്മിറ്റിക്ക് ഒരു ടാർഗറ്റ് കൊടുക്കും, ഇത്ര നിങ്ങൾ പിരിച്ചു തരണം. മണ്ഡലം കമ്മിറ്റി ബൂത്ത് കമ്മിറ്റിക്ക് കൊടുക്കും. അതിൻ്റെ പകുതി പൈസ, ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ പകുതി പൈസയും അവർ പിരിച്ചു കൊടുക്കും. പകുതി പോലും കാണത്തില്ല. എന്നിട്ട് ആ പൈസ എടുത്തിട്ട് മണ്ഡലം പ്രസിഡന്റ് എന്ത് ചെയ്യും? എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചോ അവിടുന്നോ ഇവിടുന്നോ ഏതെങ്കിലും മുതലാളി ആ പൈസ എടുത്ത് ടാർഗറ്റ് വെച്ചിട്ട് അയച്ചു കൊടുക്കുകയാണ്. അല്ലാതെ പിരിവോ കാര്യങ്ങളോ ഒന്നും കോൺഗ്രസിലില്ല. ഞാൻ കാലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വളരെ കുറച്ച് പിരിവുകൾ, ഏകദേശം ഇപ്പോൾ അവസാനമായിട്ട് നടത്തിയ വലിയൊരു പിരിവ് എന്ന് പറയുന്നത് മറ്റേ ഭാരത് ജോഡോ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പിരിച്ച പൈസയാണ്. അല്ലാതെ അധികം പിരിവൊന്നും നടന്നിട്ടില്ല. കോൺഗ്രസ് ആരങ്ങനെ പിരിക്കാൻ പോകത്തുമില്ല. പിരിക്കുന്ന ആളുകളുണ്ട്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റ ആളുകൾ കാണും, ഇതൊന്നുമില്ലാത്ത ഒരു പറ്റ ആളുകൾ കാണും. ഈ പിരിക്കുന്ന പൈസ ചിലപ്പോൾ പാർട്ടിയിലേക്ക് വരുത്തുമില്ല, ആരും അറിയത്തുമില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പലപ്പോഴും മാറിയിട്ടുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ടാർഗറ്റ് ഇവർ തികയ്ക്കാറുണ്ട്. മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ഇതെല്ലാം തികയ്ക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഈ 5 കോടി വരുന്നത്. അപ്പോൾ 5 കോടി തന്നെ കോൺഗ്രസ് പിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണത്.